ജർമ്മനിയുടെ അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലെ ദുരന്ത സ്മാരകങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങിയ സഞ്ചാരം തുടർന്നു. ഇത് ഹിറ്റ്ലറുടെ കാലത്തെ റീഹ് ക്യാപിറ്റലായിരുന്ന പ്രദേശമാണ്. നാസി ഭരണത്തിന്റെ മന്ത്രാലയങ്ങളും കൂറ്റൻ കാര്യാലയങ്ങളുമെല്ലാം ഒരു ഭാഗത്ത്, ഗെസ്റ്റപ്പോ പോലുള്ള ഭീകരപ്രസ്ഥാനങ്ങളുടെ ആസ്ഥാനങ്ങൾ തകർത്ത ശേഷം മൈതാനം പോലെ കിടക്കുന്ന ഭാഗങ്ങൾ മറ്റൊരു ഭാഗത്ത്. എത്രയോ നിരപരാധികളുടെ ദീനരോദനങ്ങൾ ഒരു കാലത്ത് മുഴങ്ങിയിരുന്ന പ്രദേശമാണിത്. ഗെസ്റ്റപ്പോയുടെ ഹോം പ്രിസണുകളിൽ ആയിരങ്ങൾ ക്രൂരപീഡനത്തിനിരയായ സ്ഥലങ്ങൾ. ഇത് ഗ്രോപ്പിസ് ബാവു എന്ന ഒരു എക്സിബിഷൻ സെന്ററാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അതേ രൂപത്തിൽ ഇങ്ങനെ ഏതാനും കെട്ടിടങ്ങൾ മാത്രമേ ഇന്ന് ബെർലിനിലുള്ളൂ. ഞാൻ നടക്കുന്ന വഴിയുടെ വലതുഭാഗത്ത് കാണുന്നത് കുപ്രസിദ്ധമായ ബെർലിൻ മതിലിന്റെ ഒരു ഭാഗമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നു ഇവിടെ. ക്രൂരതയുടെ കാലഘട്ടത്തിലെ ഗെസ്റ്റപ്പോ ആസ്ഥാനവും ഹിറ്റ്ലറുടെ കേന്ദ്രങ്ങളുമൊക്കെയാണ് ഇന്നിവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ക്രൂരനും സ്വേച്ഛാധിപതിയുമായിരുന്ന ഒരു ഭരണാധികാരി ഇവിടെ ജീവിച്ചിരുന്നു എന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ടൂറിസത്തിലൂടെ വരുമാനം നൽകുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് അത്. അയാൾ നടത്തിയ ക്രൂരതകളെയും വികലതകളെയും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ. പരിഹാസത്തോടെയും ശാപമുതിർത്തും മാത്രമേ ഇന്ന് വരുന്നവർക്ക് ഇതൊക്കെ കാണാനാവൂ. ആ മനുഷ്യൻ ലോകചരിത്രത്തിലെ വെറുമൊരു കോമാളി മാത്രമായിരുന്നുവെന്ന് ഇവിടെ നിന്നും അവർ കണ്ടറിയുന്നു. ജർമ്മനിയെ ലോകശക്തിയാക്കാനും ബെർലിനെ ലോകത്തെ ഏറ്റവും മഹത്തരമായ നഗരമാക്കാനും സ്വപ്നം കണ്ടയാൾക്ക് ഇന്ന് ചരിത്രത്തിലെ സ്ഥാനം പരിഹാസ്യത മാത്രമാണ്. ഞാൻ ഹോട്ടലിലേക്ക് തിരികെ നടക്കുകയാണ്. ബെർലിനിൽ നിന്നും യാത്ര തുടരാൻ നേരമായിരിക്കുന്നു. ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലുമായി ധാരാളം ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി നാണം കെട്ട വിധം പരാജയം സമ്മതിച്ചതും നഷ്ടപരിഹാരങ്ങൾ നൽകാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചതുമെല്ലാം ജനങ്ങളിൽ വലിയ രോഷമുളവാക്കിയ കാലത്താണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന നേതാവ് ഉയർന്നുവരുന്നത്. പാർട്ടിയിലെ നേതൃത്വം പിടിച്ചെടുക്കാനും ഭരണത്തിൽ പിടിച്ചു നിൽക്കാനും ഹിറ്റ്ലർ ഇറക്കിക്കളിച്ച കാർഡാണ് ജൂതവിരോധം. ലോകത്തെ എല്ലാ കഴിവുകെട്ട ഭരണാധികാരികളുടെയും തന്ത്രങ്ങളിലൊന്നാണല്ലോ യുദ്ധം എന്നത്. യുദ്ധം വന്നാൽ ജനങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ മറന്ന് ദേശീയ വികാരത്തിൽ ഒന്നിച്ചു നിൽക്കും. ആ തന്ത്രം തന്നെയാണ് ഹിറ്റ്ലറും പയറ്റിയത്. പക്ഷേ അത് ജർമ്മനിയെ കൊണ്ടെത്തിച്ചത് വലിയ നാശത്തിലേക്കായിരുന്നു. സ്കാൻഡിക് ബെർലിൻ ഹോട്ടലിലെത്തി ലഗേജ് എടുത്ത് ഞാൻ ഒരു ടാക്സി പിടിച്ചു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കാർ പെട്ടെന്ന് തന്നെ ഒരു ടണലിലേക്ക് ഇറങ്ങി. പിന്നെ കിലോമീറ്ററുകളോളം ആ ഭൂഗർഭ പാതയിലൂടെയായി യാത്ര. ഇങ്ങനെയൊരു വഴി ഇവിടെ ഉള്ളതായി തന്നെ എനിക്കറിയില്ലായിരുന്നു. കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കപാതയാണ്. ഇതിൽ പലയിടത്തും ജംഗ്ഷനുകളും മറ്റുമുണ്ട്. കുറച്ചു കഴിഞ്ഞതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. കാർ സ്പ്രീ നദിയുടെ അടിയിലൂടെയാണ് പോകുന്നത്. പാലത്തിലൂടെയല്ലാതെ അടിയിൽ നിർമ്മിച്ച തുരങ്കത്തിലൂടെ നദിയെ മറികടക്കുന്നു. ടണലിൽ നിന്ന് പുറത്തിറങ്ങി ചെല്ലുന്നത് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തേക്കാണ്. എന്നെ സ്റ്റേഷന് മുന്നിലിറക്കി 10 യൂറോ കൂലിയും വാങ്ങി ടാക്സിക്കാരൻ പോയി. അതിഗംഭീരമായൊരു ചില്ലുമേടയാണ് ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ. നേരം 12:10. ഇവിടെ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് മ്യൂണിക്കിലേക്ക് ട്രെയിനുണ്ട്. മ്യൂണിക്കിലേക്കുള്ള ഒരു ട്രെയിൻ പിടിച്ച് അതിൽ 4.5 മണിക്കൂർ യാത്ര ചെയ്താൽ ന്യൂറംബർഗിലെത്തും. ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന നാസികളുടെയും ഹിറ്റ്ലറുടെയും കഥയുടെ അവസാന രംഗം ആടിത്തീർത്ത സ്ഥലമാണ് ന്യൂറംബർഗ്. അതുകൊണ്ട് അവിടം സന്ദർശിക്കാനാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പോകുന്നത്. ദീർഘമായൊരു യാത്രയാണ് അവിടേക്കുള്ളത്. ബൃഹത്തായ ഒരു നിർമ്മിതി, പല നിലകൾ, അവയെ ബന്ധിപ്പിച്ച് എസ്കലേറ്ററുകൾ.
നമ്മുടെ നാട്ടിലെ കൂറ്റൻ മാളുകളെയാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത്. സ്റ്റേഷന്റെ പല നിലകളിലും ട്രെയിൻ വന്നു നിൽക്കും. വലിയൊരു എയർപോർട്ടിനേക്കാൾ വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഇവിടെയുള്ളത്. ന്യൂറംബർഗിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതിനായി നടന്നു. ടിക്കറ്റ് എവിടെ കിട്ടുമെന്നെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നോടിയായി ടോക്കൺ വാങ്ങി കാത്തുനിൽക്കണം. ഇരു ജർമ്മനികളും ഒന്നായ ശേഷം നിർമ്മാണം തുടങ്ങിയ ഈ റെയിൽവേ സ്റ്റേഷൻ 2006 മെയ്യിലാണ് ഉദ്ഘാടനം ചെയ്തത്. 1871 മുതൽ തന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ വളരെ തിരക്കുള്ള ഒരു ടെർമിനസ് ആയിരുന്നു ഇത്. ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമാണ് ബെർലിനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനായി ഇതിനെ മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. ഞാൻ ടിക്കറ്റ് എടുത്തു. 1:37 പുറപ്പെടുന്ന ട്രെയിനിൽ ന്യൂറംബർഗിലേക്കുള്ള ടിക്കറ്റാണ്. 120 യൂറോയാണ് ടിക്കറ്റ് ചാർജ്. 4.5 മണിക്കൂർ നീളുന്ന യാത്രയ്ക്കാണ് ഏതാണ്ട് 10,000 രൂപയ്ക്ക് തുല്യമായ യൂറോ ഈടാക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിമാന സർവീസിനേക്കാൾ കൂടുതലാണ് ഇവിടെ ട്രെയിൻ നിരക്ക്. മറ്റ് യൂറോപ്യൻ നാടുകളിലും ഇതാണ് അവസ്ഥ. വിമാനത്താവളത്തിലെ കാത്തുനിൽപ്പും മറ്റും ഒഴിവാക്കാം എന്നതാണ് ഇതിന്റെ സൗകര്യം. എങ്കിലും കൂടുതൽ ആളുകൾ വിമാനത്തിൽ പോകുന്നതിന് കാരണം ട്രെയിനിനേക്കാൾ നിരക്ക് കുറവാണെന്നതാണ്. ഹൈസ്പീഡ് ട്രെയിനിന്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 250 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനാണത്. അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് സ്റ്റേഷനിൽ. DB നെറ്റ്സ് എന്ന റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മാനേജിംഗ് കമ്പനിയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ട്രെയിൻ കിട്ടുക. പല നിലകളിറങ്ങി അവിടേക്ക് ചെല്ലണം. ജർമ്മനിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ 4-ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ബെർലിൻ ഹോഫ്റ്റ്ബാൻഹോഫ്. പല എസ്കലേറ്ററുകളിലൂടെ ഇറങ്ങി ഞാൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കെത്തി. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അതൊന്നുമല്ല എനിക്ക് പോകാനുള്ളത്. ഒന്നിനു പുറകെ മറ്റൊന്നായി നിരവധി ട്രെയിനുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു നിൽക്കും. 1:37 പുറപ്പെടുന്ന ട്രെയിനിലാണ് പോകേണ്ടതെങ്കിൽ കൃത്യം ആ സമയത്തെത്തുന്നതിൽ തന്നെ കയറണം. 1:30 ട്രെയിനിൽ കയറിയാൽ അത് മറ്റെവിടേക്കെങ്കിലുമായിരിക്കും പോകുന്നത്. നിരക്ക് വളരെ കൂടുതലാണെങ്കിലും ട്രെയിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. പ്ലാറ്റ്ഫോമിൽ നിറയെ യാത്രക്കാരുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാം 5,000-ഓ 10,000-ഓ ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ നിരക്കിലുള്ള ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. ടിക്കറ്റ് എടുക്കാതെ ഈ ട്രെയിനുകളിൽ യാത്ര സാധ്യവുമല്ല. കർശന പരിശോധനകളാണ് ഇവിടെ. ഇത് ഇന്റർസിറ്റി എക്സ്പ്രസ് അല്ല, ഏതോ ലോക്കൽ ട്രെയിനാണ്. അത് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ബോഗികളൊക്കെ ഇവിടുത്തെ ട്രെയിനുകളിലുണ്ട്. 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ആണ്. കുറേ ആളുകൾ കയറുന്നു. ഇത്തരം വെള്ള നിറമുള്ള ട്രെയിനുകളാണ് ഇന്റർസിറ്റി എക്സ്പ്രസുകൾ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പാളത്തിൽ എതിർദിശയിൽ പോകുന്ന വണ്ടിയാണിത്. മറുഭാഗത്തേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉടനെ വരും. അതിലാണ് എനിക്ക് പോകേണ്ടത്. ജർമ്മനിയുടെ തെക്കൻ ദിശയിലേക്കാണ് എന്റെ യാത്ര. ആ ട്രെയിൻ കടന്നുപോയി. താമസിയാതെ അടുത്ത ട്രെയിൻ എത്തി. ഇതാണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ. ന്യൂറംബർഗ് വഴി മ്യൂണിക്കിലേക്ക് പോകുന്ന ട്രെയിനാണ്. എനിക്ക് മ്യൂണിക്കിൽ എത്തേണ്ടതില്ല. ന്യൂറംബർഗ് സ്റ്റേഷനിൽ ഇറങ്ങാം. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ക്ലാസ് ബോഗി. ബോഗി നമ്പറും സീറ്റ് നമ്പറുമെല്ലാം ടിക്കറ്റിലുണ്ട്. കുറെ പേർ ഇറങ്ങി. കാത്തുനിന്നവർ അതിലേക്ക് കയറി തുടങ്ങി. നല്ല സൗകര്യമുള്ള ട്രെയിനാണ്. ഒരു വിമാനത്തിന്റെ അകം പോലെ വൃത്തിയും ഭംഗിയുമുള്ള, എന്നാൽ അതിനേക്കാൾ സ്ഥല സൗകര്യമുള്ള ബോഗി.
ചിലയിടത്ത് നിരന്ന സീറ്റുകളാണെങ്കിൽ ചിലയിടത്ത് ചെറിയ ക്യാബിനുകളുമുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് നിർഭാഗ്യവശാൽ ഒരു ക്യാബിനകത്താണ്. ഷൂട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണെന്നതാണ് നിർഭാഗ്യവശാൽ എന്ന് പറയാൻ കാരണം. 6 പേർക്കിരിക്കാവുന്ന ക്യാബിനാണ്. ഞാൻ സീറ്റ് പിടിച്ചു. 1:37 മ്യൂണിക്കിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ഉടനെ പുറപ്പെടുമെന്ന് പ്ലാറ്റ്ഫോമിൽ ബോർഡ്. ക്ലീനിംഗ് സ്റ്റാഫും മറ്റും പ്ലാറ്റ്ഫോമിലുണ്ട്. ഇവിടുത്തെ ട്രെയിനുകളുടെ സമയകൃത്യത ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ ക്ലോക്ക് ഷൂട്ട് ചെയ്യുന്നത്. നേരം ഇപ്പോൾ 1:36 കഴിഞ്ഞിരിക്കുന്നു. കൃത്യം 1:37 ഇത് പുറപ്പെടുമോ എന്നാണ് നോക്കുന്നത്. ക്ലോക്കിൽ 1:37 അതോടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. ഇതാണ് ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലെ റെയിൽവേയുടെ കൃത്യത. ഭൂഗർഭത്തിലെ സ്റ്റേഷന്റെ അനേകം പ്ലാറ്റ്ഫോമുകൾ. ചിലതിൽ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. 16 ട്രാക്കുകളാണ് സ്റ്റേഷന് ഭൂഗർഭത്തിലുള്ളത്. കുറച്ചു ദൂരം ഭൂമിക്കടിയിലൂടെ ഓടി. പിന്നെ ട്രെയിൻ പുറത്തേക്കെത്തുന്നു. ബെർലിൻ നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണിത്. മറ്റൊരു ഇന്റർസിറ്റി ട്രെയിൻ എതിർദിശയിൽ പോകുന്നു. ബുള്ളറ്റ് ട്രെയിനിന്റെ ആകൃതിയാണ് അതിനും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. തലസ്ഥാന നഗരത്തിന്റെ പ്രാന്തഭാഗമാണെങ്കിലും വൃക്ഷനിബിഡമായ വലിയൊരു പ്രദേശമാണിത്. ബെർലിൻ നഗരത്തിന് നടുവിൽ പോലും മരങ്ങൾ തിങ്ങി വളരുന്ന അതിവിസ്തൃതമായ ഉദ്യാനങ്ങളുണ്ട്. മുന്നിലെ ചെയർകാർ പോലുള്ള ഭാഗത്താണ് കുറെ കൂടി വെളിച്ചം കടക്കുന്നതെന്ന് എനിക്ക് തോന്നി. അവിടെ ഇരിക്കുന്നതായിരുന്നു സൗകര്യം. ഞാൻ ഇടയ്ക്ക് കോറിഡോറിലേക്ക് ഇറങ്ങി അതിലെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ കാണും. ഞങ്ങളുടെ ട്രെയിൻ പോകുന്ന പാളത്തിന് സമാന്തരമായുള്ള മറ്റൊരു പാളത്തിലൂടെ ഒരു ഡബിൾ ഡക്കർ ട്രെയിൻ പോകുന്നുണ്ട്. അതിൽ 2 നിലയിലും ആളുകൾ ഇരിക്കുന്നു. ബോഗിയുടെ പുറത്ത് വരച്ചു വെച്ചിരിക്കുന്നത് അതിലെ സൗകര്യങ്ങളാണ്. കാപ്പി കിട്ടും, വീൽ ചെയർ ഉപയോഗിക്കാം, സൈക്കിൾ കൂടെ കൊണ്ടുപോകാം, അങ്ങനെ പല സൗകര്യങ്ങൾ. സൈക്കിളുമായി ധാരാളം ആളുകൾ ഇപ്പോൾ യൂറോപ്പിലെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അത് ഒതുക്കി വെക്കാൻ പ്രത്യേക സൗകര്യവും ഓരോ ബോഗിയിലും ഉണ്ടാകും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നതോടെ സൈക്കിളുമെടുത്ത് അതിന്റെ ഉടമകൾ അതിൽ കയറിപ്പോകും. യൂറോപ്പിലെ വലിയൊരു ശതമാനം ആളുകളും ഇപ്പോൾ സൈക്കിളിന്റെ ഉപയോക്താക്കളായി മാറിക്കഴിഞ്ഞു. ബെർലിൻ നഗരത്തിന്റെ പ്രാന്തങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴും യാത്ര. എത്രയോ ചരിത്രസന്ധികൾ കണ്ട ജനങ്ങൾ ജീവിച്ചു കടന്നുപോയ ഒരു നഗരമാണ് ബെർലിൻ. അതിന്റെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളൊക്കെ ക്യാമറയിലാക്കിയതിന്റെ സംതൃപ്തി എനിക്കുണ്ട്. ഇപ്പോൾ ട്രെയിൻ ബെർലിൻ സുഡ്ക്രയൂസ് എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ നിന്നും 1-2 പേർ ഞങ്ങളുടെ ബോഗിയിലേക്കും കയറി. ട്രെയിൻ യാത്ര തുടർന്നു. 1898 ബെർലിൻ സുഡ്ക്രയൂസ് സ്റ്റേഷൻ നിലവിൽ വന്നത്. ബെർലിന്റെ പ്രാന്തപ്രദേശത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടം പിന്നിട്ടതോടെ കൃഷിയിടങ്ങളും വെളിമ്പറമ്പുകളുമെല്ലാമുള്ള ഒരു ഭാഗത്തുകൂടിയായി യാത്ര. മഞ്ഞുകാലം ആരംഭിക്കാറായതുകൊണ്ട് കൃഷിയിടങ്ങളിൽ വിത കഴിഞ്ഞിരിക്കുന്നു. വിന്ററിന് തൊട്ടു മുൻപായി നിലമൊരുക്കി വിത്ത് വിതയ്ക്കുന്നതാണ് ഇവിടുത്തെ രീതി. പിന്നീട് തണുപ്പുകാലത്ത് മഞ്ഞിനടിയിൽ സുഷുപ്തിയിലായിരിക്കും ആ വിത്ത്. വിന്റർ കഴിയുന്നതോടെ വിത്തുകൾ മുളപൊട്ടും. വേനൽക്കാലമാകുമ്പോഴേക്കും കൃഷിയിടങ്ങളെല്ലാം വിളവെടുപ്പിന് പാകമായി കഴിയും. ഇപ്പോൾ ലിച്ച്റ്റർ ഫെൽഡെ എന്നൊരു പ്രദേശത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അവിടം കഴിയുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചയായി. ഗോതമ്പ്, ചോളം, മധുരക്കിഴങ്ങ് എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന കൃഷികൾ. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരിടത്തും വെറുതെ കിടക്കുന്ന ഭൂമി കാണുന്നില്ല എന്നതാണ്. ഒന്നുകിൽ കൃഷിയിടം, അല്ലെങ്കിൽ വനങ്ങളാക്കി മാറ്റിയെടുത്തിരിക്കുന്ന ഭാഗങ്ങൾ.
ലൂതർസ്റ്റാdt വിറ്റൻബർഗ് എന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഒരു ചെറിയ പട്ടണമാണ് ലൂതർസ്റ്റാdt വിറ്റൻബർഗ്. എൽബെ നദിയുടെ തീരത്തെ പട്ടണം. 1,00,000 ആളുകൾ വസിക്കുന്നുണ്ട് ലൂതർസ്റ്റാdt വിറ്റൻബർഗിൽ. ഇവിടെ വെച്ച് എൽബെ നദിയെ ക്രോസ് ചെയ്യുന്നു. വീണ്ടും കൃഷിയിടങ്ങൾ തന്നെ. മധുരക്കിഴങ്ങിന്റെ വലിയൊരു ഉൽപാദന മേഖലയാണ് ഈ പ്രദേശം. അങ്ങു ദൂരെ ചില നഗരങ്ങളുടെ സൂചന പോലെ പള്ളിഗോപുരം ഉയർന്നു നിൽക്കുന്നു. പണ്ടുകാലത്തെ യാത്രക്കാർക്ക് സമീപത്തൊരു നഗരമുണ്ടെന്ന സൂചന നൽകിയിരുന്നത് അവിടെ ഉയർന്നു നിന്നിരുന്ന പള്ളിഗോപുരങ്ങൾ തന്നെയാണ്. കൃഷിക്ക് ഒരുങ്ങിക്കിടക്കുന്ന വയലുകളുടെ മധ്യത്തിലൂടെയുള്ള പാളങ്ങളിൽ ട്രെയിൻ അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. മഞ്ഞുകാലം കഴിഞ്ഞ് ഉണർന്നെണീക്കാൻ ഈ മണ്ണിനടിയിൽ വിത്തുകൾ കിടപ്പുണ്ടാകും. നമ്മുടെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കൃഷിയിടങ്ങൾ പോലെ തന്നെയുണ്ട്. ട്രെയിൻ ഇപ്പോൾ ബിറ്റർഫെൽഡ് എന്ന വലിയൊരു പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നഗരത്തിന്റെ പ്രാന്തഭാഗമാണ് ഇത്. ഒരു വ്യാവസായിക നഗരമാണ് ബിറ്റർഫെൽഡ്. 1,00,000 ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ. കിഴക്കൻ ജർമ്മനിയുടെ ഭാഗമായിരുന്ന കാലത്ത് വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന പട്ടണമാണിത്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ബിറ്റർഫെൽഡ് ഒരു വ്യാവസായിക നഗരമാണ്. അക്കാലം മുതൽ ഇവിടെ നിരവധി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. മെറ്റൽ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന സംഗീതോത്സവത്തിന്റെ പേരിലും ബിറ്റർഫെൽഡ് പ്രശസ്തമാണ്. 1900-ൽ സ്ഥാപിതമായതാണ് ബിറ്റർഫെൽഡിലെ ഈ റെയിൽവേ സ്റ്റേഷൻ. അക്കാലത്ത് പ്രമുഖമായൊരു ജംഗ്ഷൻ കൂടിയായിരുന്നു ഇവിടം. പ്രധാന സ്റ്റേഷനായതുകൊണ്ട് ഞങ്ങളുടെ ട്രെയിനിനും ഇവിടെ സ്റ്റോപ്പുണ്ട്. ട്രെയിനിൽ നിന്നിറങ്ങിയ ഏതാനും പേർ പ്ലാറ്റ്ഫോമിലൂടെ നീങ്ങുന്നു. കുറച്ചു പേർ കയറിയിട്ടുമുണ്ട്. ട്രെയിൻ യാത്ര തുടർന്നു. ബിറ്റർഫീൽഡിന്റെ സമീപത്ത് മുൻപ് വലിയൊരു കൽക്കരി ഖനി ഉണ്ടായിരുന്നു. ജർമ്മനിയിലെ തന്നെ പ്രമുഖമായ ഖനിയായിരുന്നു അത്. അവിടെ ജോലിക്കെത്തിയ തൊഴിലാളികൾ ചേർന്ന് രൂപീകരിച്ച പല ചെറു സെറ്റിൽമെന്റുകൾ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് മൈൻ ടൗൺ എന്നൊരു വിശേഷണം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്തിന്. ബെർലിന്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണിത്. ഈ പരിസരങ്ങളിലൊക്കെ ധാരാളം തടാകങ്ങളുണ്ട്. ബിറ്റർഫെൽഡ് കഴിഞ്ഞ് അടുത്തുള്ള ഒരു പട്ടണം വരെ തടാകങ്ങളുടെ വലിയ പ്രദേശമാണ്. ലേക്ക് സീഗ് എന്ന പട്ടണമാണ് അടുത്തത്. ആ പട്ടണം എത്തുന്നതുവരെ റെയിൽവേ പാളത്തിന്റെ ഇരുവശത്തുമായി പല തടാകങ്ങൾ കാണാം. പട്ടണം കഴിയുന്നതോടെ ചെറിയ വനപ്രദേശം, പിന്നെ ചെറുഗ്രാമങ്ങൾ. ഇവിടെയുമുണ്ട് വിശാലമായ കൃഷിയിടങ്ങൾ. ചിലയിടത്ത് കൃഷിയിടങ്ങളിൽ ധാരാളം വിൻഡ് മില്ലുകൾ തലയുയർത്തി നിൽക്കുന്നു. അവ രാജ്യത്തിനു വേണ്ടി കറണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളും ഇതിനിടയിൽ പിന്നിട്ടു കഴിഞ്ഞു. അതൊന്നും വിശദമായി കാണിക്കുന്നില്ലെന്നേയുള്ളൂ. ഇപ്പോഴാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് എത്തുന്നു. ലെയ്പ്സിഗ് എന്ന പട്ടണമാണ്. 19-ാം നൂറ്റാണ്ട് മുതൽ വ്യാവസായികമായി വളരെ ഉയർച്ച നേടിയ ഒരു പട്ടണമാണ് ലെയ്പ്സിഗ്. ചെറുതും വലുതുമായ ധാരാളം വ്യവസായശാലകൾ ഈ പട്ടണത്തിലുണ്ട്. ലെയ്പ്സിഗ് സ്റ്റേഷനിലേക്ക് വണ്ടി എത്തുന്നതിന് മുൻപ് തന്നെ കാണുന്നത് വിശാലമായ ഒരു റെയിൽവേ യാർഡാണ്. ചരക്കുബോഗികൾ നിരന്നുകിടക്കുന്ന യാർഡ്. എല്ലാ ദിവസവും ലെയ്പ്സിഗിനെയും ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിനെയും ബന്ധപ്പെടുത്തി ഒരു യൂറോ സിറ്റി ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. ലെയ്പ്സിഗിന്റെ പട്ടണഭാഗമാണ് ഇക്കാണുന്നത്. 6,00,000 ജനം വസിക്കുന്നുണ്ട് ലെയ്പ്സിഗിൽ. ഇങ്ങനെയാണ് ജർമ്മനിയിലെ ഇടത്തരം പട്ടണങ്ങൾ. ഇന്റർസിറ്റി ട്രെയിനുകൾ കടന്നു പോകുന്നു. അതിനുമുണ്ട് ഇരുനില ബോഗികൾ. 10 ബോഗികളുള്ള ഇന്റർസിറ്റി ട്രെയിനുകളും ഓടുന്നുണ്ട്. ICE എന്ന ചുരുക്കപ്പേരിലാണ് ആ ട്രെയിനുകൾ അറിയപ്പെടുന്നത്.
ജർമ്മനിയുടെ സാക്സണി സ്റ്റേറ്റിൽ ഏറ്റവും ജനസംഖ്യയുള്ള പട്ടണമാണ് ലെയ്പ്സിഗ്. BMW, പോർഷെ തുടങ്ങിയ കാർ നിർമ്മാതാക്കളുടെ വലിയ പ്ലാന്റുകൾ ഈ പട്ടണത്തിലുണ്ട്. ലെയ്പ്സിഗ് ഹാർട്ട് സെന്റർ എന്ന ലോകത്തെ തന്നെ പ്രമുഖമായ മെഡിക്കൽ റിസർച്ച് സെന്ററും ഈ പട്ടണത്തിലാണുള്ളത്. ധാരാളം IT കമ്പനികളും ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. DHL, സീമെൻസ്, ആമസോൺ എന്നിവയുടെ ജർമ്മനിയിലെ പ്രധാന ഓഫീസുകൾ ലെയ്പ്സിഗിലാണ്. ഇവിടെ വലിയൊരു റിപ്പയറിംഗ് യാർഡും മറ്റുമുണ്ട്. സ്റ്റേഷന്റെ ഭാഗമായ പ്രത്യേക രൂപമുള്ള ചില കെട്ടിടങ്ങൾ കാണുന്നു. സ്റ്റേഷന്റെ ആ കാഴ്ചയിൽ മുഴുകി ചിത്രീകരണം തുടർന്നുകൊണ്ട് ഞാനിരുന്നു.